ഞാൻ കാവങ്കൽ തോമസ്, നാട്ടുകാരൊക്കെ വക്കച്ചെന്ന് വിളിക്കും. 1999 ഞാനൊരു തിരുവക്കമ്പ് കൊണ്ട് ഒരു സാധാരണ ഒരു പള്ളി ഉണ്ടാക്കി. അത് വളരെ നല്ലതാണെന്ന് അന്നത്തെ വികാരിയച്ഛനായിരുന്ന അബ്രഹാം തോണിപ്പാറച്ചൻ പറയുകയും, വക്കച്ച നമ്മുടെ പള്ളി ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെയെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പം ഞാനതൊരു വാശിയെ എടുത്തു. അച്ഛൻ്റെ ഒരു പ്രചോദനം എനിക്ക് ഒരു ഉന്മേഷം കൂടുതൽ തന്നു. അങ്ങനെയാണ് നമ്മളെ ഈ പള്ളിയിലേക്ക് പ്ലാൻ ചെയ്തതിൻ്റെ കാരണം. ഉണ്ടാക്കിയൊരു പള്ളി അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനൊരു കുറവും വരാൻ പാടില്ലല്ലോ. പള്ളി മൊത്തം അളന്ന് പെരുക്കി കുറച്ച് വരച്ച് ഒത്തിരി എഫർട്ട് എടുത്താണ് ഈ പള്ളി ഇങ്ങനെ നിർമ്മിക്കാൻ പറ്റിയത്. അച്ഛൻ്റെ ഒരു പ്രചോദനമാണ് എന്നെ മുന്നേ നിന്നത്. ഈ കമ്പുകൾ സാധാരണ വെട്ടിയിട്ടാൽ ഒരു 3 മാസത്തിനുള്ളിൽ നശിച്ചു പോകുന്ന സാധനമാണ്. ഇന്നിപ്പം 26 വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഓരോ ജനലുകളുടെയും ഓരോ പോയിന്റുകളും, തുളകൾ, അതുപോലെ തന്നെ എല്ലാം നമ്മുടെ പള്ളിയുമായിട്ട് എണ്ണി നോക്കിയാൽ കൃത്യമായിരിക്കും. ഏതാണ്ട് ഇതിൻ്റെ പള്ളീൻ്റെ മണിമാളിക, ഈ മണിമാളികയുണ്ട്, ടാങ്കുണ്ട്, സ്റ്റെയർ കേസുകൾ എല്ലാം അതുപോലെ തന്നെ രൂപീകരിച്ചു. പള്ളിയുടെ പല ഭാഗങ്ങളും മാറ്റിയെടുത്തപ്പോൾ അതും ഇതിലേക്ക് മാറ്റിയെടുത്തു, അതും ചെയ്യാൻ പറ്റി. എല്ലാം ഒരു ഭയങ്കര ദൈവാനുഗ്രഹം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ പേര് തോമസ് ആണ്. തോമസ് ലീഹ നാമോദിതമുള്ള പള്ളിയിലെ ഒരു മോഡലാണിത്. പള്ളിയുടെ ഈ കാണുന്ന ഈ ഭാഗങ്ങൾ, അതായത് തുളകൾ, ഇതെല്ലാം അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഈ സ്റ്റാറിന് തന്നെ ഒരു ബാലിയ തിരുവക്കമ്പ് കിട്ടിയപ്പോൾ അതേ കളർ തന്നെ അതിന് കിട്ടി. ഞാൻ ഈ പള്ളിയുടെ പണി തുടങ്ങിയപ്പോഴും ദൈവമേ ഇത് പൂർത്തിയാക്കാനുള്ള കഴിവ് എനിക്ക് തരണമേ, ഇത് ഞാനും തോമസ് ലീഹയുടെ പള്ളിയാണ് സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് ഇതിൻ്റെ അടിത്തറ തന്നെ ആരംഭിച്ചിരുന്നത്. ഈ തിരുവക്കമ്പുകൾ ജനുവരി ഫെബ്രുവരി കാലങ്ങളാകുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങും. ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കൊത്തിയെടുക്കുകയാണ്. അതിനൊരു പോള പൊളിച്ചിട്ട് ഫെവിക്കോൾ കൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത്. മുഴുവൻ പുറം ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്. രാത്രിയും പകലും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആവേശമായിരുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഞാൻ 1 മാസം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി. 3 മാസം കൊണ്ട് പോകേണ്ട ഈ കമ്പ് 26 വർഷം ഇരിക്കുന്ന ഒരു മഹാത്ഭുതം തന്നെയാണ്. ഈ കറങ്ങണമെന്നുള്ള ആശയം വരാൻ കാരണം ഇതിൻ്റെ എടുത്തു മാറ്റാതെ ഇങ്ങനെ വിരല് തോണ്ടിയാൽ ഈ പള്ളി മൊത്തമായിട്ട് ഒരാൾക്ക് കാണണം, അല്ലെങ്കിൽ പുറകുവശമൊക്കെ കാണണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ 25 വർഷം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിത കാലയളവിൻ്റെ പകുതിയോളം കാലം മുമ്പ് നിർമ്മിച്ച ഞങ്ങളുടെ ദേവാലയം ഒരു പ്രദേശത്തെ ആധ്യാത്മിക ആവശ്യങ്ങൾ മാത്രമല്ല, പള്ളിയാണ് നമുക്കെല്ലാം. അപ്പോൾ അങ്ങനെയൊരു ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ സൂക്ഷ്മമായി, ഇതിലെ കള്ളികളും കോളങ്ങളും അളവുകളും ഒക്കെ ചെറുതായി 26 വർഷമായി ഒരാൾ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു വിസ്മയം തന്നെയാണ്. ഇന്ന് നമുക്കറിയാം വിവര സാങ്കേതിക വിദ്യയും AI ടെക്നോളജിയും ഒക്കെ ഒത്തിരി വളർന്നതിനൊക്കെ മുമ്പ് അങ്ങനെയുള്ള ഒരു മൊബൈൽ ഫോണും പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ചെറിയ വീട്ടിലിരുന്നു കൊണ്ട് പള്ളിയെ അളന്ന് നിർമ്മിച്ചതിൻ്റെ ഇത്രയും കാലങ്ങൾ കഴിയുമ്പോൾ അത് വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമാണ്.